കുച്ചിപ്പുടി മത്സരത്തിന് ശേഷം റിസൾട്ടിനായി കാത്തിരിക്കുന്ന അതുൽ എ കുമാറിനോടൊപ്പം അല്പസമയം നമ്മുടെ കൗമുദി റിപ്പോർട്ടർ സേതുലക്ഷ്മി. ഇനി കലോത്സവ വേദിയിലെ മറ്റൊരു കാഴ്ചയിലേക്ക്. ഇത് അരങ്ങിലെയോ അണിയറയിലെയോ കാഴ്ചയല്ല. അരങ്ങിലെ തകർപ്പൻ പെർഫോമൻസിന് ശേഷം വിധിക്കായി കാത്തിരിക്കുന്ന ഒരു മത്സരാർത്ഥിക്കടുത്താണ് ഇനി നമ്മൾ പോകുന്നത്. ഹലോ, എന്താ പേര്? ഏത് സ്കൂളിൽ നിന്ന് വരുന്നു? കുച്ചിപ്പുടി ആയിരുന്നു കഴിഞ്ഞല്ലേ? എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ആകെ തളർന്നിരിക്കുകയാണല്ലേ? എങ്കിലും വിധിയെക്കുറിച്ച് എന്താണ്? പക്ഷെ എത്ര വർഷമായി പഠിപ്പിക്കുന്നു? 5 വയസ്സ് തൊട്ട് പഠിപ്പിക്കുന്നു. അതിലെങ്ങനെയാണ് നന്നായിട്ട് പെർഫോം? നല്ല കുട്ടിയാണ്, നന്നായിട്ട് ചെയ്യും. നന്നായി ചെയ്തിരുന്നു സാർ. മാഷ് പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു പെർഫോമൻസ് ചെയ്തു. എങ്ങനെയുണ്ട് മറ്റ് കോമ്പറ്റീഷൻ കുട്ടികളെയൊക്കെ? നല്ല നിലവാരമാണ്. സാർ എത്ര മത്സരാർത്ഥികളെ ഇപ്പോൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്? ഞാൻ 100 കുട്ടികളുണ്ട് നമുക്ക്. അതിൽ മത്സരത്തിന് വരുന്ന 50 പിള്ളേരുള്ളൂ. ഇവിടെ 80 പിള്ളേരോളം ഉണ്ടോ സാറിന്? ഇവിടെ ഈ ഒരാൾ മാത്രമേ. ആണുങ്ങളുടെ കുച്ചിപ്പുടി മത്സരത്തിൽ കൊല്ലം മയ്യനാട് HSSലെ അമൽ ജി നായരും അതുപോലെ പത്തനംതിട്ട തുമ്പമൺ HSSലെ അതുൽ എ കുമാറും ഫസ്റ്റ് എ ഗ്രേഡ് നേടി. ആയിരക്കണക്കിന് വരുന്ന പോലീസ് സേനയ്ക്ക് പുറമെ തിരുവനന്തപുരം മുൻ സിറ്റി പോലീസ് കമ്മീഷണർ പി വിജയൻ IPSന്റെ ഭാവനയിൽ രൂപം കൊണ്ട സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് എന്ന കുട്ടി പോലീസും കലോത്സവത്തിൽ 19 വേദികളിൽ സുരക്ഷയ്ക്കായി അണിനിരന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവ മേളയിൽ ഇനി അനന്തപുരിയെ നയിക്കാൻ പോകുന്നത് ഈ കുട്ടി പോലീസുകളാണ്. നമുക്ക് എന്തായാലും അവരുടെ അടുത്തേക്ക് ചെല്ലാം, കുട്ടി പോലീസുകളുടെ വിശേഷങ്ങൾ അറിയാം. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? തോന്നയ്ക്കൽ. ഗവൺമെന്റ്. എന്തൊക്കെയാണ് പ്രതീക്ഷ? എങ്ങനെയൊക്കെ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? ഇവിടെ പ്രത്യേകിച്ച് തീരുമാനമൊന്നുമില്ല, എല്ലാവരും ചെയ്യണമല്ല. പേരെന്താ? ആദർശ്. എങ്ങനെ കാണുന്നു ഇത്രയും വലിയൊരു മേളയെ നിയന്ത്രിക്കാൻ കിട്ടിയ ഒരു അവസരം? എങ്ങനെ കാണുന്നു അതിനെ? ഇങ്ങനൊരു മേളയെ നിയന്ത്രിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ അവസരം നമുക്ക് നന്നായി കാണുന്നു. നമുക്ക് മൊത്തം 84 കുട്ടികളുണ്ട്. അതിൽ 74 പേര് അല്ല, നമ്മുടെ സ്കൂളിൽ മാത്രം, ഗവൺമെൻറ് ഹൈസ്കൂൾ തോന്നയ്ക്കൽ നിന്ന് മാത്രം 74 കുട്ടികൾ വന്നിട്ടുണ്ട്. മൊത്തം ഞങ്ങൾക്ക് 84 കുട്ടികളാണ്. അപ്പോൾ ഈ കലോത്സവത്തിൽ നമ്മുടെ റൂറലിനെ പ്രതിനിധീകരിച്ച് ആറ്റിങ്ങൽ സിയുടെ കീഴിലുള്ള തോന്നയ്ക്കൽ ഗവൺമെൻറ് ഹൈസ്കൂളാണ് ഈ നിൽക്കുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് മംഗലാപുരം പോലീസ് സ്റ്റേഷനിലാണ്. 56ാമത് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിന് ഞങ്ങളുടെ വലിയ ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതിൽ ഞങ്ങൾക്ക് എല്ലാവരും വളരെ സന്തോഷത്തിലുമാണ്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവരും ഞങ്ങൾ നിയന്ത്രിക്കാൻ തന്നെ ഞങ്ങൾ ശ്രമിക്കുക തന്നെ ചെയ്യും. എന്തായാലും 56ാമത് സ്കൂൾ കലോത്സവ മേളയെ നിയന്ത്രിക്കാൻ ഈ കുട്ടി പോലീസുകൾ എന്തായാലും റെഡിയായിട്ടുണ്ട്. റെഡിയല്ലേ? നമുക്ക് ഇന്നിവിടെ നമ്മുടെ അതിഥിയായി അനന്തോത്സവത്തിൽ വന്നിരിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നിരുന്നാലും നമ്മുടെ മലയാളികളുടെ മനസ്സിൽ സ്വരം കൊണ്ട് സ്ഥാനം പിടിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഗായകനാണ് സുദീപ് കുമാർ. നമുക്ക് അദ്ദേഹത്തെ നമ്മുടെ അനന്തോത്സവത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. എന്തൊക്കെയാണ് വാർത്തകൾ? പറ. പുതിയ പടങ്ങൾ ഏതാണ്? പുതിയ പാട്ടുകൾ ഏതാണ്? പുതിയ പടങ്ങൾ ഇപ്പോൾ കനലായിരുന്നു ലാസ്റ്റ് റിലീസ് ചെയ്ത സിനിമ. ഇനിയിപ്പോൾ ഫെബ്രുവരി 5-ാം തീയതി ഒരു സിനിമ റിലീസുണ്ട്, മഹേഷിന്റെ പ്രതികാരം. ഫഹദിന്റെ സിനിമ ദിലീഷ് പോത്തൻ ഡയറക്ടർ. അതിൽ എങ്ങനെ പാട്ടാണ്? അതൊരു മെലഡിയാണ്. അതൊരു ഡിഫറെൻറ്റ് ഫോർമാറ്റിലുള്ള പാട്ടാണ്. സാധാരണ ഒരു പാട്ടിൻ്റെ സ്ട്രക്ചർ അല്ല. ഒരു ചിൽഡ്രൻ കൊയറിൽ തുടങ്ങി പിന്നെ പല്ലവി ഒരു 4 പേര് വന്നിട്ട് പിന്നെ അത് അവരുടെ ഈ ക്യാരക്ടറിൻ്റെ ലൈഫിലുള്ള ഓരോരോ സംഭവങ്ങൾക്കനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് പോകുന്ന ഒരു ഡിഫറെൻറ്റ് മ്യൂസിക്. ബിജിബാലാണ്, വിജയാണ് മ്യൂസിക്. അപ്പോൾ അത് പിന്നെ അതിൽ ആ ഒരു ഇത് ചെയ്യുമ്പോൾ വെറൈറ്റിയിൽ എന്താണ് അതിന് മ്യൂസിക്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗായകൻ എന്ന നിലയിൽ എന്തെങ്കിലും വ്യത്യസ്തത പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? അപ്പോൾ ബിജിബാലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ തന്നെ മുൻ പാട്ടുകളുമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു സംഗീത സംവിധായകൻ്റെ പാട്ടുമായിട്ടോ സാമ്യം ഉണ്ടായിരിക്കില്ല.
എപ്പോഴും പാട്ടുകൾക്ക് തനതായ ഓരോ പാട്ടിനും അതിൻ്റെ ഐഡൻറ്റിറ്റി ഉള്ള പാട്ടുകളാണ്. അപ്പോൾ ഈ സിനിമയിൽ ആ സിറ്റുവേഷൻ വരുമ്പോൾ മറ്റൊരു സിറ്റുവേഷൻ്റെ റെഫറൻസ് ഇല്ല ബിജിക്ക്. അദ്ദേഹം സ്വതന്ത്രമായ ഒരു ഈണവും സ്വതന്ത്രമായ ഒരു ചിന്തയാണ്, വളരെ കുറവാണ്, അങ്ങനെയുള്ളൊരു കുറവാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ജെന്യൂനായ ഒരു കമ്പോസറാണ്, അതിൻ്റെതായിട്ടുള്ളൊരു സുഖമുണ്ട്. ഞാൻ ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പല പാട്ടുകളും പാടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ഷീ ടാക്സിയിലെ ഒരു പാട്ടുണ്ടായിരുന്നു. ഒരു 4-5 സിനിമകൾ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ പാടിയിട്ടുണ്ട്. പക്ഷേ ഫഹദിൻ്റെ സിനിമയിൽ ഞാൻ ആദ്യമായിട്ടാണ് പാടുന്നത്. അതുകൊണ്ട് ഒരു പ്രത്യേകത ഈ ഒരു സ്റ്റേറ്റ് അംഗീകാരം അതൊക്കെ കിട്ടി. അപ്പോൾ ഇതെല്ലാം ഓരോ മുഹൂർത്തങ്ങളാണ്. ഇപ്പോൾ ഈ നമ്മളിപ്പോൾ ഈ കലോത്സവം കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം പഴയ കാലങ്ങൾ നമുക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ഒരു കാലത്തിലൂടെ ആയിരിക്കും എന്തായാലും താങ്കൾ കടന്നു പോകുന്നിരിക്കുന്നത് ഈ ഒരു കലോത്സവം. അത് കഴിഞ്ഞിട്ട് വലിയൊരു അംഗീകാരം അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ എന്താണ് ഇപ്പം ഈ വേദിയുടെ അടുത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലുള്ള ഫീൽ എന്താ? ഇപ്പം ജിതേന്ദ്രൻ ചോദിച്ചതിൽ തന്നെ ഇപ്പം സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ ഞാൻ വിൻ ചെയ്തിട്ടില്ല. ഞാൻ ജില്ലാ തലത്തിൽ വിൻ ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ് ലെവലിൽ കോമ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റേറ്റ് ലെവലിൽ എനിക്കൊരു പാട്ടിൽ എനിക്ക് 1ാം സ്ഥാനത്ത് എത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫിലിം മ്യൂസിക്കിലാണ് പിന്നീട് എനിക്ക് അവാർഡ് കിട്ടുന്നത്. അപ്പോൾ അത് തന്നെ അതിനുള്ള ഒരു ഉത്തരവായിട്ട് എനിക്ക് പറയാനായിട്ട് ആഗ്രഹം. വലിയ ഉത്തരവായിട്ട് അല്ലേ? ഇപ്പോൾ നമുക്കിപ്പം മ്യൂസിക്കിൽ പാഷൻ ഉണ്ടെങ്കിൽ, ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് ഉറച്ചു നിൽക്കാനും അതിനുവേണ്ടി കഷ്ടപ്പെടാനും സംഗീതത്തെ സ്നേഹിക്കാനും ഉള്ള മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് കലാരംഗത്ത് നിലനിന്ന് പോകാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഏത് പ്രായം തൊട്ടാണ് ഇങ്ങനെ മ്യൂസിക്കിലേക്കൊക്കെ? ഞാൻ ആദ്യമായിട്ടൊരു യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. LP സ്കൂളിലെ ലളിതഗാന മത്സരത്തിൽ. അത് 3ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ച തിരുവനന്തപുരം മോഡൽ സ്കൂളിലാണ്, മോഡൽ LP സ്കൂളിലാണ്. പക്ഷേ എൻ്റെ നാട് ആലപ്പുഴയാണ്. ഞാൻ എൻ്റെ സ്കൂളിംഗ് മൊത്തം എടുത്തു കഴിഞ്ഞാൽ 1 വർഷം മാത്രമേ തിരുവനന്തപുരത്ത് പഠിച്ചിട്ടുള്ളൂ. അത് അച്ഛൻ ഇവിടെ ജോലി ഉണ്ടായിരുന്ന സമയത്ത്. ബാക്കിയെല്ലാം ആലപ്പുഴയിലെ സ്കൂളുകളിലാണ് പഠിച്ചിട്ടുള്ളൂ. 3ാം ക്ലാസ്സിലാണ് തുടങ്ങിയത്. അപ്പോൾ അനന്തപുരിയാണ് എൻ്റെ സംഗീത ജീവിതത്തിന് തുടക്കം കുറിച്ചതെന്ന് പറയാം. അപ്പോൾ അതേ അനന്തപുരിയിൽ ഇരിക്കുകയാണ്. അനന്തപുരിയിൽ പക്ഷേ ഞാൻ ഒരിക്കലും തിരുവനന്തപുരത്ത് സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. പലപ്പോഴും ഒരു ആസ് ആൻ ഓഡിയൻ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ ഇതേ സ്ഥലത്ത് പുത്തിരിക്കണ്ടത്ത് മത്സരത്തിലെ മത്സര ഇനങ്ങൾ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ മാത്രം വിൻ ചെയ്തു. പിന്നെ ഞാൻ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ജില്ലാ തലത്തിൽ വിൻ ചെയ്ത് ആദ്യമായിട്ട് സ്റ്റേറ്റ് ലെവലിൽ കോഴിക്കോട് കോമ്പീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ ഓർക്കുന്നത് ഇങ്ങനെ ഓർത്ത് നോക്കുമ്പം ഓർമ്മയിലുണ്ടോ ആദ്യം മനസ്സിൽ പാടിയ പാട്ടല്ല, ആദ്യം പാടിയ സിനിമാ പാട്ട്? ആദ്യം പാടിയ സിനിമ പാട്ട് എന്ന് പറയുന്നത് സിനിമയിൽ ഇല്ലാത്തൊരു പാട്ട് പാടിയാണ് ഞാൻ ഇൻഡസ്ട്രിയിൽ വരുന്നത്. അത് ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, ഇങ്ങനെ സംഗീതം പാടിക്കൊണ്ട് നടന്ന ആദ്യത്തെ സിനിമ പാട്ട് ഓർമ്മയുണ്ട്. ആദ്യം സ്ട്രൈക്ക് ചെയ്ത് ആദ്യമായിട്ട് പാടിയ ഒരു പാട്ട് ആദ്യമായി പാടിയതായിട്ട് എൻ്റെ ഓർമ്മ. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലെ ടീച്ചർ എൻ്റെ അടുത്ത് പാട്ട് പാടാൻ പറഞ്ഞു. അപ്പോൾ അന്ന് ജയൻ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഹിറ്റായിരുന്നു. അതിലൊരു പാട്ട് കസ്തൂരിമാൻ മിഴി മലർശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു സ്വപ്നങ്ങളുണരും ഉന്മാദലഹരി സ്വപ്നങ്ങളുണരും ഉന്മാദലഹരി സ്വർഗീയ സ്വരമാധുരി ഗന്ധർവ സ്വരമാധുരി. ഇതാണ് ആദ്യമായിട്ട് 2ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് ടീച്ചർ പറഞ്ഞിട്ടൊരു പാട്ട് പാടിയതായിട്ട് എൻ്റെ ഓർമ്മ. ആദ്യമായി പാടിയ പാട്ടത്. അതൊക്കെ അല്ല എന്ത് അന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ആ സിനിമ കാണാൻ പോകുന്ന ഓർമ്മ. തീർച്ചയായിട്ടും. ഇപ്പോഴും അതുപോലെ ഇപ്പം മ്യൂസിക് ഇപ്പൊ പാട്ടിന്റെ കാര്യം പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. നമ്മൾ മുമ്പേ സംസാരിച്ച പോലെ ഒരു പുതിയ സിനിമയിലെ പാട്ടുകൾ ഇറങ്ങുമ്പം CD അല്ലെങ്കിൽ മ്യൂസിക് സെന്ററിന്റെ മുമ്പിൽ പോയി ക്യൂ നിൽക്കുക. അതെ അതെ, മാവേലി സ്റ്റോറിലും റേഷൻ കടയിലും ഒക്കെ ഉള്ള പോലെ വൈകുന്നേരം ഒരു സന്ധ്യാസമയം എല്ലാവരും 6:30 മണിയൊക്കെ 6-7 മണിക്കാണ് ഇവന്മാരിടുന്നത്. അല്ല, എനിക്ക് എൻ്റെ വീടിനടുത്ത് ആലപ്പുഴയിൽ എൻ്റെ വീടിനടുത്ത് ജംഗ്ഷനിലെ ഒരു കാസറ്റ് കടയിൽ പാട്ടുകൾ പ്ലേ ചെയ്യുന്നത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അവിടെ കെൻവുഡിൻ്റെ 2 സ്പീക്കറാണ് വെച്ചിരുന്നത്. ആ സ്പീക്കറിൻ്റെ സൗണ്ടിങ് വരെ ഇപ്പോഴും എൻ്റെ കാതിലുണ്ട്, എൻ്റെ മനസ്സിലുണ്ട്. കാര്യം അത്ര തവണ അതിൻ്റെ ചുറ്റിപ്പറ്റി നിന്നിട്ടുണ്ട് പലപ്പോഴും പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. ഞാനും ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഓർക്കുന്നതാണ്. അപ്പം അന്നൊക്കെയുള്ള ഈ സംഗീതത്തിൻ്റെയും പ്രാധാന്യം, അന്ന് ഈ മിമിക്രിയുടെ കാസറ്റുകൾ, അത് പാരഡി, വിടിരാജപ്പൻ്റെ പാട്ട് കഥ, ഇതെല്ലാം വരുമ്പോൾ
ഈ മ്യൂസിക് സെന്ററുകാർക്ക് ഭയങ്കര ചാടയാ അവന്മാര് ഇടാം എന്നൊക്കെ ഒരു പ്രാവശ്യം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഇടൂല. നിൽക്കുമ്പോ ഇവർ ഭയങ്കര പവറൊക്കെയാ. കുറെ കൗണ്ടർ ഉണ്ടാവില്ല, കൗണ്ടറിന്റെ അടിയിൽ അവൻ എന്തെങ്കിലും തപ്പിക്കൊണ്ടൊക്കെ അകത്ത് കയറാനും പറ്റില്ല. നമ്മളിങ്ങനെ കാത്തു നിൽക്കുക. അപ്പൊ ഇറങ്ങി അവൻ പോക്ക് വന്നിട്ട് കാസറ്റ് ഇട്ട് കാസറ്റ് വരെ കാണുമ്പോൾ പൊട്ടിച്ച് നോക്കാൻ സമ്മതിക്കില്ല, സീല് നോക്കാനൊക്കെ ചോദിക്കും നമ്മൾ ക്രെഡിറ്റ്സ് വായിക്കാൻ വേണ്ടി. ഇപ്പൊ പക്ഷെ അങ്ങനെ ക്രെഡിറ്റ്സ് ഒന്നും ആളുകൾക്ക് അറിയില്ല. സിനിമകളിൽ തന്നെ നമ്മൾ പാടുന്ന മാറ്റം അതാ ഞാൻ ചോദിച്ചത്. ഇപ്പൊ ആ മാറ്റത്തിന് ഇപ്പൊ ഉള്ള ഈ കുറെ മാറ്റങ്ങൾ നല്ലതാണോ, എങ്ങനെയാ ഫീൽ? അല്ല, ഈ ഒരു കലാകാരൻ എന്ന നിലയിൽ ഈ മാറ്റങ്ങളൊന്നും ഗുണമുള്ളതല്ല. കാര്യം നമ്മൾ പാടുന്ന പാട്ടിന് ഐഡന്റിഫൈ ചെയ്യാതെ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കുഴപ്പം. ഇപ്പോൾ ആളുകൾ CD ഒന്നും വാങ്ങിക്കുന്നില്ല, എല്ലാവരും ഡൗൺലോഡ് ചെയ്യുന്നവരുണ്ട്. അല്ല, പ്രധാനമായിട്ട് പാട്ട് TV-യിൽ ഇത്രയും ചാനൽസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ചാനലിൽ കുറ്റം പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ തന്നെ ഏറ്റവും ലൈവായിട്ട് എന്നെ ആൾ തിരിച്ചറിയുന്നത് ചാനലിൽ ഞാൻ വരുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതൊരു വലിയ ഗുണപരമായ അംശമാണ്. മുമ്പുള്ള പാട്ടുകാരെ ഒരു 10-20 വർഷം മുമ്പ് വരെ നമ്മുടെ ഏറ്റവും പ്രശസ്തരായ പാട്ടുകാർ പോലും ഒരുപക്ഷെ ഇവിടെ ഒരു സ്ഥലത്ത് നിൽക്കുന്ന കണ്ട ആളുകൾക്ക് തിരിച്ചറിയണം എന്നില്ല. ദാസാറിന്റെ തന്നെ ഞാൻ പറഞ്ഞു, പണ്ട് ആണേലും ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഓർത്തുന്നുണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ പാടിയത് യേശുദാസ് എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ എങ്ങനെ ആളാണ് അങ്ങനെ ആഗ്രഹിച്ച് ആകെ കണ്ടിട്ടുള്ളത് ഈ 2 രൂപയുടെ പാട്ടുപുസ്തകത്തിന്റെ പുറത്തെ ഫോട്ടോയാ. അല്ലാതെ സംസാരിക്കുന്നത് കണ്ടിട്ടില്ല, അന്നൊക്കെ ഞാൻ വിഷ്വൽ കണ്ടിട്ടില്ലല്ലോ. ഈ പുള്ളിയുടെ രൂപം എന്തായിരിക്കും എന്നൊക്കെ. ഇപ്പോഴത്തെ എല്ലാ പാട്ടുകാരെയും ആളുകൾക്ക് അവരുടെ മാനറിസംസും അവരുടെ സംസാര രീതിയും എല്ലാം അറിയാം ആളുകൾക്ക്. കാര്യം അത് ചാനലിൻ്റെ ഒരു സപ്പോർട്ടാണ്. പക്ഷേ ചാനലിൽ വരുന്നതുകൊണ്ട് മ്യൂസിക് സൈഡിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പാടിയ ഒരു പാട്ട് സിനിമയിലെ പാട്ട് TV-യിൽ വരുമ്പോൾ പാട്ട് ചിലപ്പോൾ പോപ്പുലർ ആയേക്കാം, ചാനലിലൂടെ ഒരുപാട് തവണ കാണും. പക്ഷേ ആ സമയത്ത് നമ്മളെയല്ലല്ലോ കാണിക്കുന്നത്, സിനിമയുടെ വിഷ്വൽസാണ് കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ട് പലപ്പോഴും ഇത് ആരാണ് പാടിയെന്ന് ജനം അന്വേഷിക്കാറില്ല. ഒരേ പാട്ട് തന്നെ പല ചാനൽസിലൂടെ കേട്ട് പോകും. അപ്പോൾ അവർക്ക് പാട്ട് അവൈലബിൾ ആണ്, അതിൻ്റെ വിഷ്വലും അതിൻ്റെ ഓഡിയോയും ആളുകൾക്ക് ഈസിലി അവൈലബിൾ ആണ്. പക്ഷേ അതുകൊണ്ട് തന്നെ അതിൻ്റെ സൃഷ്ടികർത്താക്കളെ കുറിച്ച് അന്വേഷിച്ച് പോകാറില്ല. ഇപ്പം തന്നെ ഈ അടുത്ത കാലത്ത് സൂപ്പർ ഹിറ്റായ പല പാട്ടുകളും ആരാണ് എഴുതിയത്, ആരാണ് സംഗീതം ചോദിച്ചാൽ ആളുകൾക്ക് അറിയത്തില്ല. അല്ല, അതായത് കഴിഞ്ഞ 2015 300ഓളം പേര് പാടിയെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു ആർക്കും പാടാം എന്നൊരവസ്ഥ വന്നു എന്ന് തോന്നുന്നുണ്ട്. അല്ല, ആർക്കും പാടാം എന്നുള്ളതല്ല. മുമ്പ് പാട്ടുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം ട്രെയിൻ ചെയ്ത് വർഷങ്ങളുടെ തപസ്യയിലൂടെ സംഗീത രംഗത്തേക്ക് വന്നവരാണ് ഒരു നല്ല വിഭാഗം പാട്ടുകാരെന്ന് പറയുന്നത്. ഇപ്പോൾ ദാസാറപ്പോലുള്ള ആളുകളെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ വേറൊരു വിഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും റെക്കോർഡിംഗ് സ്റ്റുഡിയോകളോ കാര്യങ്ങളോ സൗകര്യങ്ങളോ ഇല്ല. മദ്രാസിൽ പോയി ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് വർഷങ്ങൾ അലഞ്ഞ് കഷ്ടപ്പെട്ട് നടന്നിട്ടാണ് പലപ്പോഴും ഒരു ചാൻസ് ആദ്യമായിട്ട് കിട്ടുന്നത്. അപ്പം പാട്ടുകാരനാവണം ദൃഢനിശ്ചയമുള്ള ഒരാൾക്ക് അന്ന് പാട്ടുകാരനാവും. ദൃഢനിശ്ചയവും ഭാഗ്യവും കഴിവും എല്ലാം ഉള്ളവർക്കേ കിട്ടുള്ളൂ. ഇന്ന് പക്ഷേ അങ്ങനെയല്ല. ഇന്ന് ഇവിടെയൊക്കെ ഒരുപാട്, ഇപ്പം നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ 10-50 സ്റ്റുഡിയോകളുണ്ട്, എറണാകുളത്ത് 100 സ്റ്റുഡിയോകളുണ്ട്. അപ്പോൾ ഒരുപാട് സ്റ്റുഡിയോകളുണ്ട്, ഒരുപാട് സംഗീത സംവിധായകരുണ്ട്, ഒരുപാട് സിനിമകളുണ്ട്. ഒരു സിനിമയിൽ തന്നെ 5-6 ശബ്ദങ്ങൾ ഒരു 3-4 പാട്ടിനകത്ത് ഉപയോഗിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അവസരങ്ങളുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പാടുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അതിനകത്ത് ആരുടെയൊക്കെ ശബ്ദങ്ങൾ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ആരെയൊക്കെ തിരിച്ചറിയുന്നുള്ളതൊക്കെ കാലം തെളിയിക്കും. കുറച്ചാൾ കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 2 വരി ഏതെങ്കിലും ഒരു പാട്ട്. തീർച്ചയായിട്ടും. എനിക്ക് പലപ്പോഴും യുവജനോത്സവ വേദികളിൽ വന്ന് നിൽക്കുമ്പോൾ മനസ്സിൽ വരുന്ന പലപ്പോഴും ലളിതഗാനങ്ങൾ തന്നെയാണ്. ലളിതഗാനങ്ങൾ യൂത്ത് ഫെസ്റ്റിവലിന് ഞാൻ പാടിയിട്ടുള്ള പല പാട്ടുകളുണ്ട്. അതിലൊരു പാട്ട്, താമരത്തളിരണി കൈവിരൽ തുമ്പിനാൽ തമ്പുരു കമ്പിയേ തൊട്ടുണർത്തി, താമരത്തളിരണി കൈവിരൽ തുമ്പിനാൽ തമ്പുരു കമ്പിയേ തൊട്ടുണർത്തി, ചെവിയോർത്തു ശ്രുതി ചേർത്തു നാണിച്ചൊരു ജയദേവഗീതം നീ പാടി, താമരത്തളിരണി കൈവിരൽ തുമ്പിനാൽ അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. 2017 ഇനി ഒരുപാട് അവാർഡുകളും അംഗീകാരങ്ങളും കിട്ടി മുമ്പോട്ട് പോകാൻ ഒരു തുടക്കമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സന്തോഷം. നമ്മളൊരു സ്ക്രീനിന്റെ സ്പേസ് പലപ്പോഴായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നിച്ച് ആദ്യമായിട്ടാണ്. അതിലും സന്തോഷം. കൗമുദി ഉണ്ടാവട്ടെ, വീട്ടിലും എല്ലാവരോടും അന്വേഷണം പറയുക. സന്തോഷം. കൗമുദി TV-യുടെ പല പരിപാടികളും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഈ യുവജനോത്സവ വേദിയിൽ ഈ ഒരു പ്രത്യേകമായ ഇരിപ്പിടത്തിലിരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. എല്ലാവർക്കും നന്ദി.